ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 15-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ 2 ശമൂവേൽ 6:12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ദിനവൃത്താന്തക്കാരൻ മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസത്തിന് മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുവാൻ വീണ്ടും അദ്ദേഹം അത് പറയുകയും എഴുതുകയും ചെയ്യുന്നതാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ കൂടുതലായി നമ്മൾ കാണുന്നതെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദാവീദ് യഹോവയുടെ പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന രീതിയാണ് അദ്ദേഹം ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് നേരത്തെ കൊണ്ടുവരാൻ വേണ്ടി ദാവീദ് ആഗ്രഹിച്ചെന്നും എന്നാൽ ആ സമയത്ത് അതൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ കാളകളുടെ കാലുകൾ ഇടറി അത് താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ ഉസ്സ എന്ന് പറയുന്ന ഒരാൾ അതേ സ്പർശിക്കുകയും അദ്ദേഹം അവിടെ വീണ് അവിടെ മരിക്കുകയും ചെയ്ത സംഭവങ്ങൾ അത് കണ്ട് ഭയപ്പെട്ട ദാവീദ് ഹിത്തനായ ഓബേദ് എദോമിൻ്റെ ഭവനത്തോട് ചേർന്ന് അത് ഉപേക്ഷിച്ചിട്ട് തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാതെ പോരുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അതിനുശേഷം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് രാജാവായ അല്ലെങ്കിൽ ടയറിലെ രാജാവായ ഹീരാം ദേവദാരുകൾ കൊണ്ട് ദാവീദിൻ്റെ കൊട്ടാരങ്ങളൊക്കെ അദ്ദേഹം പണിതു. ദേവാലയം അല്ലെങ്കിൽ ഈ യഹോവയുടെ പേടകം കൊണ്ടുവന്നാൽ അത് വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മനോഹരമായി പണിതതിന് ശേഷം വീണ്ടും യഹോവയുടെ പേടകം ആഘോഷപൂർവ്വം അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. പുതിയ നിയമത്തിൽ ഈ പേടകം ഇതിന് പകരം നമുക്കിന്ന് ദൈവവചനമാണെന്നൊക്കെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇത് കൊണ്ടുവരാനുള്ള ക്രമീകരണം അദ്ദേഹം ഇവിടെ ചെയ്യുകയാണ്. നേരത്തെ അത്ര ഒരുക്കമില്ലാതെയാണ് അത് കൊണ്ടുവന്നത്. മോശയുടെ കാലത്ത് നമുക്കറിയാം ഈ പേടകം വഹിക്കേണ്ടത് ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ലേവ്യ ഗോത്രക്കാർ മാത്രം അത് തോളിൽ വഹിച്ചുകൊണ്ടാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ അതിനു പകരം അതൊരു വണ്ടിയിൽ കയറ്റി കാളകളെ കൊണ്ട് വലിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് ദാവീദ് മനസ്സിലാക്കി. ഇപ്പോൾ അദ്ദേഹം ലേവ്യ ഗോത്രത്തിലെ കൊഹാത്തു, മെറാറി, ഗർഷവും എന്നീ 3 ആ പുരോഹിതന്മാരുടെ കുടുംബങ്ങളിലെ ലേവ്യ ഗോത്രക്കാരെയും അതിൻ്റെ കുടുംബത്തലവന്മാരെയും ഒക്കെ അദ്ദേഹം വിളിച്ച് അത് കൊണ്ടുവരുവാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുകയാണ്. അവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് വേണം യഹോവയുടെ പേടകത്തെ സമീപിക്കുവാൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ദൈവം അതിവിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തെ ദൈവികമായ രീതിയിൽ നമ്മൾ സമീപിക്കുകയും ദൈവികമായതിനെ ആ ദൈവിക വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. പുതിയ നിയമത്തിൽ ഈ വിശുദ്ധി ശരീരത്തിന് പുറത്തേതല്ല, അത് ശരീരത്തിന് അകത്തുള്ള ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവും ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണല്ലോ. കാരണം ശരീരത്തിൻ്റെ പുറത്തുള്ളതായ അശുദ്ധിയെ വെള്ളം കൊണ്ട് നമുക്ക് കഴുകിക്കളയാൻ പറ്റും. ഹൃദയത്തിലെ അഴുക്കുകളെ വെള്ളം കൊണ്ട് കഴുകാനാവില്ല. പശ്ചാത്താപം കൊണ്ട് മാത്രമേ നമുക്കതിനെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. നമുക്കറിയാം, എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും നമ്മൾ ചിന്തിക്കുകയും അത് ശേഖരിച്ചു വയ്ക്കുകയും അതിനെ താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ദൈവത്തിന് നമ്മുടെ ഹൃദയമാണ് ആവശ്യം. അവിടെ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം വസിക്കേണ്ട സ്ഥലത്ത് മറ്റ് അശുദ്ധികളുണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് അതിന് കാരണം. അതുകൊണ്ട് ഹൃദയവിശുദ്ധിയോടെ ഓരോ ദിവസവും ജീവിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ദൈവികമായ ചിന്തകളോടെ പരിശുദ്ധാത്മ പ്രേരിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്കിടയായെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇവരെ വളരെ വിശുദ്ധിയോടുകൂടി അവിടെ കൊണ്ടുപോകുന്നു.
എന്നിട്ട് വളരെ ആഘോഷപൂർവ്വമാണ് അദ്ദേഹം അത് കൊണ്ടുവരുന്നത്. 16 വാക്യങ്ങൾ വായിക്കുന്നു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് ആനന്ദ നൃത്തം മുഴക്കുവാനുള്ള ക്രമീകരണം അദ്ദേഹം സംഗീതജ്ഞരെയൊക്കെ അതിനോട് ചേർന്ന് അദ്ദേഹം അവിടെ ക്രമീകരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്, ദാവീദും ശമൂവേലും കൂടി ചേർന്നുകൊണ്ടാണ് ഇതിനു മുൻപ് സമാഗമന കൂടാരത്തിലൊക്കെ സംഗീതജ്ഞരെ അവരെ നിയമിച്ചിരുന്നു. സംഗീതമെന്ന് പറയുന്നത് നമുക്കറിയാം, ക്രൈസ്തവ സംഗീതങ്ങളെല്ലാം ദൈവവചനങ്ങളാണ്. ദൈവത്തിനുള്ള സ്തുതിപ്പുകളും ദൈവികമായ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെയാണ് പാട്ടുകളായി ചെയ്യുക. വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ കിട്ടിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ലെന്ന് നമുക്കറിയാം. അതിനു മുൻപ് തന്നെ പരിശുദ്ധ സഭ ഗാനങ്ങളായി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ക്രമീകരണം ആരാധനകൾ സഭയിൽ ക്രമീകരിച്ചിരുന്നതായി നമുക്കറിയാം. പഴയ പാട്ടുകളൊക്കെ നമ്മൾ മനസ്സിരുത്തി നമ്മളിത് പാടുകയാണെങ്കിൽ ഹൃദയത്തിന് എന്തൊരു ശാന്തതയും എന്തൊരു സന്തോഷവും വലിയ പ്രത്യാശയും നൽകുന്നതായ ഗാനങ്ങളാണതെല്ലാം. ഇന്നും ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവവചനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സംഗീതം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഒക്കെ രചിക്കപ്പെടുന്നതും നമ്മളൊക്കെ അത് പാടുകയും ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ വളരെ ആഘോഷപൂർവ്വം അദ്ദേഹം ആ യഹോവയുടെ പേടകം തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നതായി നമ്മൾ കാണുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹവും ധാരാളം സങ്കീർത്തനങ്ങൾ രചിക്കുകയും സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ പേടകം ഇങ്ങനെ തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു. ദാവീദ് എൻ്റെ മുമ്പിൽ നടന്ന് നൃത്തം ചെയ്തു. ലളിതമായ വസ്ത്രം ധരിച്ചദ്ദേഹം രാജാവാണ്. അതുകൊണ്ട് ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ ശൗലിൻ്റെ മകൾ കൂടിയാണല്ലോ. അവൾ ദാവീദിനെ പരിഹസിച്ചെന്നും അതുകൊണ്ട് മരണം വരെ അവൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ അവൾക്ക് ഇല്ലെന്നൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. കാരണം ഇന്നും നമ്മളും ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സഭകളും ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യർ ദൈവത്തെ സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടേത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റെന്നും പറഞ്ഞ് അതിനെയൊക്കെ അപലപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതി പലപ്പോഴും ആളുകളിൽ നിന്ന് നമുക്ക് കാണാറുണ്ട്. നമുക്കതിനുള്ള അവകാശമില്ല. കാരണം എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ. ഓരോരുത്തരുടെയും കഴിവുകളും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ കഴിവുകളെയും വ്യത്യസ്തരായ മനുഷ്യരെയും നമ്മൾ അംഗീകരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അത് ദൈവാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ മാത്രമേ അങ്ങനെ മറ്റുള്ളവരെ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആരാധന നടത്തിയതുകൊണ്ട് അതെല്ലാം തെറ്റാണെന്നും ഞങ്ങളുടെ രീതി മാത്രമാണ് ശരിയെന്നുള്ള ഒരു ധാരണ ഒരു കാലത്ത് മിക്കവാറും സഭകളിലെല്ലാം ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും കലഹങ്ങളും പരസ്പര പരിഹാസങ്ങളൊക്കെ ധാരാളം സഭകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അവരവരുടെ രീതിയിൽ അവരവർ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നത് അവനവൻ്റെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ ഉൾക്കൊള്ളുവാനും എല്ലാവരെയും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദാവീദ് യഹോവയുടെ പേടകം ആഘോഷപൂർവ്വം തൻ്റെ ആ നഗരത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ നമുക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവിനെ ആഘോഷപൂർവ്വം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനും ആ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.